ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? നിങ്ങൾക്കൊക്കെ ഈ ഷിംജിദാൻ അറിയുന്നത് എങ്ങനെയാണ്? ഈ ഒരു വിഷയം, ദീപകിന്റെ ഈ ഒരു വിഷയം, മരണ സംബന്ധിച്ചായിട്ടുള്ള ഈ ബസ്സത്തെ ഇഷ്യൂ ആണല്ലോ നിങ്ങൾക്കൊക്കെ പലർക്കും ഇവളെ അറിയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് അല്ലാണ്ട് ഇവളെ അറിയും. എങ്ങനെയെന്നല്ലേ? ഇവളെ എനിക്കൊരു കമന്റ് ഇട്ടിരുന്നു. എന്തിനറിയോ? ഞാൻ ജാസിന്റെ വീഡിയോ ചെയ്ത സമയത്ത് അതിന്റെ താഴെ വന്നിട്ട് പറഞ്ഞു, നാണണ്ടാ, നിനക്കൊന്നും വേറെ പണിയില്ലേ, പിന്നെ റീച്ചിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ടു. അപ്പൊ ഞാൻ അതിനകത്ത് എന്ത് ചെയ്തു, ഒരു റിപ്ലൈ കൊടുത്ത് എങ്ങനെ വെച്ചിട്ടാ, ഒരു ഛർദിക്കുന്ന ഒരു സ്റ്റിക്കർ എടുത്തിട്ട് ഞാൻ അതിന് റിപ്ലൈയും കൊടുത്തു. അതവിടെ തീർന്നു. ഞാൻ നേരെ അവരുടെ പ്രൊഫൈല് കയറി നോക്കിയപ്പോ ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോ ഞങ്ങൾക്ക് ഇപ്പൊ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ജാസി ഇല്ലേ, അവരുടെ ഒരു ഇന്റർവ്യൂ വീഡിയോ കണ്ടേ. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നെങ്കിൽ ആണായിട്ടോ അല്ലെങ്കിൽ പെണ്ണായിട്ടോ ജനിച്ചാൽ മതി, അല്ലാതെ ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ജന്മം വല്ലാതെ ഹൃദയത്തിൽ തട്ടിപ്പോയി ആ വാക്കുകള്. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് പേഴ്സണൽ ഐഡന്റിറ്റിന്റെ ഒരു ഭാഗമാണ്. ജെനറ്റിക്കൽ, ഹോർമോണൽ ആൻഡ് ന്യൂറോളജിക്കൽ ഫാക്ടേഴ്സ്. അതായത് കുറ്റിപ്പുറം കാക്കാനെ കുറിച്ചിട്ടാണ് ഇജാതി ഇംഗ്ലീഷിലുള്ള സായിപ്പിന്റെ വർണ്ണന. എന്തായാലും കേൾക്കാം നമുക്ക്. അല്ലാതെ ജെനിറ്റൽ ഏരിയയുമായിട്ട് ഇതിന് യാതൊരുവിധ ബന്ധവും ഇല്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ആണിനോട് ചോദിക്കാം, നീ എന്താടാ പെണ്ണിനെ പോലെ നടക്കുന്നത്, ഇത് കേൾക്കാൻ ഏതെങ്കിലും ഒരാൾ ഇഷ്ടപ്പെടുവോ? ഒരാൾ വന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അയാളെ മനസ്സിന്റെ നമ്മളവരെ റെസ്പെക്ട് ചെയ്യല്ലോ വേണ്ടത്. നീ റെസ്പെക്ട് ചെയ്ത ഒരാളിപ്പോ കുഴിയില്ല. അതിനെ കുറിച്ച് വല്ല ധാരണയുണ്ടോ എനിക്ക്? അപ്പൊ ഇജാതി റെസ്പെക്ട് ഒന്നും ജിഞ്ഞി ഒരു മനുഷ്യനെ ചെയ്യരുത് കേട്ടോ. പുറത്തിറങ്ങിയാലും എന്തായാലും പുള്ളി കിടക്കുന്നുള്ള കാര്യത്തില് ഓക്കെയാണ്. ഇജ് അങ്ങോട്ട് മാറിക്ക്. എന്റെ വിഷയത്തിനല്ല ഇപ്പൊ ഞാൻ വന്നിക്കണേ എന്താ അറിയോ, ഇത്രയൊക്കെ ഇജ് ജാസിനെ കുറിച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് അതിന് ഒരു ഹാർട്ടിന്റെ ചിഹ്നം, ഒരു കിസ്സിന്റെ ചിഹ്നം ജാസി റിപ്ലൈ തന്ന്, ജാസിക്ക് നിന്നെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്നുള്ളത് ഞാൻ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ചില വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, സ്ത്രീകള് ആ സ്പോട്ടിൽ അടി, അത് ന്യായം. കാരണം അത് ചെയ്തത് കൊണ്ടാണല്ലോ അവൾ അടിച്ചത്. ഇത് അതൊന്നും ഇല്ലാണ്ട് റീച്ചിന് വേണ്ടിയിട്ട് എനിക്ക് അറിയില്ല, അത് ഭയങ്കര ഒരു ഫീലിംഗ് ആയി. എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി. കാരണം ഇവള് റീച്ചിന് വേണ്ടി ചെയ്തതല്ലേ. ഇവൻ പിന്നെ അതൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഈ റീച്ച് എങ്ങനെ ഉണ്ടാക്കുക, ജനങ്ങളുടെ ഇടയിൽ എന്തൊക്കെ കോമാളിത്തരങ്ങൾ കാണിച്ചാൽ റീച്ച് വരിക, അതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്തൊക്കെ ഒരു സങ്കടമായിക്കണു. അത് നിങ്ങൾ മനസ്സിലാക്കി. ചിന്തിത ഇവനെടുത്തിട്ടാണല്ലോ ഈ പൊന്തിച്ച് കൊണ്ടുപോയത്. ഹ്യൂമൻ ബ്രെയിൻ, വുമൻ ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മറ്റേ മോട്ടിവേഷനിലായിരുന്നു. ഇവൻ എങ്ങനെയൊക്കെ എന്നിട്ട് അതിന്റെ അടിയിലൊരു കിസ്സൊക്കെ കൊടുക്കുന്ന സ്റ്റിക്കറൊക്കെ ഇട്ടിരുന്നു. എന്നിട്ടിപ്പോ നോക്ക്, ഇവൻ തൊള്ളന്നെ തുറക്കാൻ പറ്റൂല. മനസ്സിലായോ? ഇവനിക്കിതിൽ യാതൊരു കാര്യമല്ല. മറ്റേ ചാത്തപ്പനെന്ത് മനുഷ്യരാറിനമാതിരിയാണ് ഇവന്റെ കാര്യം. ഇവൻ ആരെ പെണ്ണുങ്ങളെ കുറിച്ച് പറയാം. എന്നിട്ട് ഓന് മറ്റേ ശ്രീലക്ഷ്മി ഈ പെണ്ണിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അതായത് ഈ ആണ് അതിൽ തെറ്റ് ചെയ്തിക്കണു, ദീപക്ക് തെറ്റ് ചെയ്തിക്കണു എന്ന് പറഞ്ഞതിന് ഓൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്. അതൊന്ന് കേട്ടു നോക്കി. കുടുംബത്തിൽ നിന്ന് നന്നാക്കരുത് പറഞ്ഞില്ല. അച്ഛൻ അമ്മ അവരൊക്കെ സ്നേഹിച്ച് പെങ്ങന്മാരൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ശ്രീലക്ഷ്മി അറക്കല് പറഞ്ഞ ആ പ്രസ്താവനയോട് ഒരിക്കലും യോജിച്ച് പോകാൻ പറ്റത്തില്ല. അയ്യോ, ഒരിക്കലും നമുക്ക് ഇല്ലേ, ഒരിക്കലും പറ്റത്തില്ല. ആ വീട്ടുകാർക്ക് നഷ്ടപ്പെടുത്ത അവരുടെ മകനെയാണ്, ആ കൂട്ടുകാർക്ക് നഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്രണ്ടിനെയാണ്, അതിന്റെ വൈഫിനെ നഷ്ടപ്പെടുന്ന നല്ലൊരു ഭർത്താവിനെയാണ്, അച്ഛനെയാണ്. അപ്പൊ അത് നമുക്ക് ഒരിക്കലും കുടുംബത്തിൽ ചിലക്കാതെ വിടക്ക്. ഞാൻ ബാക്കി പറയട്ടെ. അതായത് ആ കുടുംബത്തിന് മറ്റേ നഷ്ടപ്പെട്ടത് ഒരു വൈഫിനെയാണ്, ഒരു ഭർത്താവിനെയാണ്, ഒരു ഉമ്മയെയാണ്. ഈ നാറി ചെയ്യണതോ ഇതേപോലെ തന്നെയല്ലേ? ജീവിച്ചിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണല്ലോ ആഷിയുടെ ഉമ്മ അല്ലെ? ഇവൻ പെങ്ങന്മാരെ സ്നേഹിച്ചവർക്ക് ഇത് പറ്റൂല, ഉമ്മയെ സ്നേഹിച്ചവർക്ക് ഇത് പറ്റൂല, വാപ്പയെ സ്നേഹിച്ചവർക്ക് പറ്റൂല. ഈ കുടുംബങ്ങൾക്കൊക്കെ ചെയ്യണ വലിയ അഭിമാനമുള്ള കാര്യമാണ്. നേരം വെളുക്കുമ്പോ ചുരിദാർ ഇട്ടിട്ട് ലിഫ്റ്റിക്ക് ഇട്ടിട്ട് ഇറങ്ങി വരുന്നത്. തൊള്ള പൊളിച്ചാ നുണയും പറയും. എന്നിട്ടിപ്പോ ശ്രീലക്ഷ്മി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് ന്യായീകരിക്കാൻ വേണ്ടി വന്നതാ. കുടുംബത്തിൽ പറഞ്ഞ ആർക്കും ഇത് പറ്റൂല. ഏതാണ് എങ്ങനെ എന്റെ കുടുംബം? കുറ്റിപ്പുറം പാലത്തിന്റെ വീട്ടിലോ? പാലക്കൽ തറവാട്ടിലെ ഏതാണ്ട് തറവാട് എന്ന് പറഞ്ഞ ഏതാ എന്റെ കുടുംബം? കുടുംബത്തിൽ പറഞ്ഞ ഒരുത്തന്റെ പണിയാണോ ഇജ്ജ് ചെയ്യണത്? അതെന്ന് പറഞ്ഞ ഈ മുട്ടേജില്ലാത്തവൻ ചെറിയരില്ലാത്തവനെ കളിയാക്കാന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ അത് നേരിട്ട് കണ്ടു. ഓൻ പറയണേ കുടുംബത്തിൽ നിന്ന് പറഞ്ഞവർക്ക് പറ്റില്ല, പെങ്ങന്മാരില്ല. ഇജിപ്പോ എന്റെ പെങ്ങളെ ചുരിദാറിട്ടില്ല എങ്ങനെ നടക്കണേ?
അല്ലേ? ഇജ് മറ്റേ ജനിച്ചപ്പോഴാണല്ലായിരുന്നു അല്ലേ? ഇതുവരെ എന്റെ പെങ്ങളെ മാപ്പിളാർക്ക് ഇജ് അളിയാക്കിയായിരുന്നു. ഇപ്പോഴോ അളിയാത്തയില്ലേ? അത്രയും വലിയ മാറ്റമുള്ള ഇജ്ജാണ് പറയുന്നത് കുടുംബത്തെ പറഞ്ഞ ആർക്കും ഇത് പറ്റൂല എന്നുള്ളത്. ഇജ് കുടുംബത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അതാണ് പിന്നെ ആകെ കാരണം പിന്നെ ഉമ്മമാരെ വേദനകൾ ഇജ് പറഞ്ഞു. എന്റെ അമ്മി ആഷിയുടെ അമ്മി നിങ്ങളെ കാര്യത്തിൽ ഭയങ്കര അഭിമാനം. ഇന്ത്യക്ക് മെഡൽ വാങ്ങിക്കൊടുത്ത അത്ര സന്തോഷത്തിലാണ് ഈ രണ്ട് ഉമ്മാരും ഇരിക്കുന്നത്. എന്റെ ഉമ്മാന്റെ കാര്യം മാറ്റി നിർത്തുക. ആഷിയുടെ അമ്മയുടെ കാര്യം ഒരു വട്ടം ഈ ആ സ്ത്രീയോട് സംസാരിച്ചിരിക്കണു. ആ ഉമ്മാനോട് ഞാൻ സംസാരിച്ചിരിക്കണു. മനസ്സിലായോ? എന്നോട് അത് കരയും പറയുകയും ചെയ്തിരിക്കണു. അത് കേട്ടുന്ന ഒരു മനുഷ്യനിക്കും നിങ്ങളെ ഈ തമ്മാടിത്തരങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ഒരിക്കലും കഴിയൂല. സ്വന്തം ഉമ്മാക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കൊടുക്കാതെയാണ് എന്റെ ചുരിദാറിന്റെ പുറകിൽ നടക്കുന്നത്. ഇജിപ്പോ ഈ സോഷ്യൽ മീഡിയ പേടിച്ചിട്ടല്ലേ ആ ഉമ്മാനെപ്പ തെറിവിളി നിർത്തിയത്? എന്തെല്ലാം തെറി വിളിച്ചു നിനക്കെന്തല്ലേ? അത് ആഷിയുടെ ഉമ്മയല്ലേ, നിന്റെ ഉമ്മയല്ലല്ലോ. ഈ ഉമ്മ ചെയ്ത തെറ്റെന്താണ്? നിന്നോട് ആ ഉമ്മയുടെ മോനെ വെച്ചിട്ട് തമാശ കളിക്കണ്ട, ജീവിതം കളയണ്ട, അവനക്ക് നല്ലൊരു ഭാവി ഉണ്ട്, അതുകൊണ്ട് അവനെ കണ്ട് വിട്ടുകൊണ്ട, നീ എന്തിനാ അവനിട്ട് ഇങ്ങനെ ഇടങ്ങാറാക്കുന്നു എന്ന് ചോദിച്ചതിന് അല്ലെ? അതിനു വേണ്ടിയിട്ടല്ലേ നീ ആ മൂല്യരത്തൊക്കെ പോയിട്ട് പോകുവോ വരുവോ? എന്റെ അമ്മയുടെ പേര് ജമീല, ഓന്റെ അമ്മയുടെ പേര് ഖദീസ, ഒന്നും കൂടി നോക്കി മോലിയേറെ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. എന്താ പറയാ, മാട്ടും മാറണം മുഴുവോ ചെയ്തിട്ട് ഓനെ പിടിച്ചെടുത്തിയ. എന്നിട്ടിപ്പ ഇജ്ജ് പറയണേ ഞങ്ങൾ രണ്ടാളും ഒരിക്കലും പിരിയില്ല, ഞങ്ങൾ രണ്ടാളും അങ്ങനെയാണ്. ജാതി എന്റെ തമ്മാടിത്തലങ്ങൾ എടുത്ത് അല്ലെങ്കിലും ഇവന്റെ അടുത്തൊക്കെ ആരും ഇതിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കാൻ ഈ ക്യാമറയും പിടിച്ച് ചെല്ലണത്? ഓലെ വേണം ആദ്യം തല്ലാന്. മനസ്സിലായോ? ഇവനൊക്കെ ആരാ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അഭിപ്രായം പറയാനേ? ഇവനിക്ക് എന്താ അർഹതയുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്താ അടിസ്ഥാനത്തിനാ? ഇപ്പൊ ഇതന്നെയാണ് ലക്ഷ്യം. എല്ലാവരുടെയും ലക്ഷ്യം ഒറ്റന്നേ ഉള്ളൂ. എങ്ങനെ കാര്യം അനുഭവസ്ഥരോ അതല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളവരോ അതല്ലെന്നുണ്ടെങ്കിൽ വിവരമുള്ളവരോ ഓരോന്നും അഭിപ്രായം വേണ്ട. ഇവനെ അലൻ ജോൺസ് പെരേര ഇങ്ങനത്തെ ആർക്കും വേണ്ടാത്ത കുറെ ചവറുകൾ സാധനങ്ങളില്ലേ, ഇവരൊക്കെയാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ പറയുന്നതും. ഇവരെ അഭിപ്രായത്തിനാണ് ആളുകൾ കാണാനും ഒക്കെ. ഇതൊക്കെ ആരുണ്ടാക്കിയതാ? ഇതിൽ നമുക്കൊക്കെ പങ്കുണ്ട്. ഇവനൊക്കെ ഈ റീച്ചിന് വേണ്ടി മാത്രം കാണിച്ചു കൂട്ടുന്ന ഒരാളാ. എന്നിട്ട് അവനാണ് പറയുന്നത് വളരെ മോശമായി ആ പെണ്ണങ്ങനെ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതെന്ന്. ഇതൊന്നല്ല ഇഞ്ഞിണ്ട്, ഞാൻ കാണിച്ചു തരാം. അതാ രഞ്ജിത മാത്രമല്ല കുറ്റക്കാരി. ഈ വീഡിയോ അത്രയും പോപ്പുലർ ആക്കി എല്ലാവർക്കും അതിലൊരു പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സ്ത്രീക്ക് അത്രയും ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യം ആ വീഡിയോ എടുത്ത് ആ വീഡിയോ ചെല്ലേണ്ടത് സമൂഹ മാധ്യമത്തിലേക്കല്ല, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലല്ല പോസ്റ്റ് ചെയ്തത്. അത് വെച്ചിട്ട് പോലീസ് കംപ്ലൈന്റ് കൊടുത്ത് അത് ജെന്യുവിൻ ആണോ എന്ന് അറിഞ്ഞിട്ടായിരിക്കണം െതിരെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടത്. ഇത് അതിനു മുമ്പേ പ്രതിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ക്രൂശിക്കാൻ തുടങ്ങി. ഈ ഷിഞ്ചിത മാത്രമല്ല, സമൂഹത്തിന് നല്ല നല്ല മെസ്സേജ് കൊടുക്കണ അലാക്കൊരു മൂല്യരാണ് ഇപ്പൊ ഈ പറയുന്നത്. മനസ്സിലാക്കണം നിങ്ങള്. ഇവന്റെ അടുത്തൊക്കെ മൈക്കും തൂക്കിയിട്ട് അഭിപ്രായം ചോദിച്ച് ചെല്ലണോന്ന് ആദ്യം ചെരുപ്പൂരി തള്ളണം. ഇവന്റെ അടുത്ത് ചോദിക്കാൻ ചെല്ലണോന്നൊന്ന് ചിന്തിച്ചൂടെ? സമൂഹത്തിൽ ഇവനെങ്ങനെയാ നടക്കണെന്നുള്ളത്? കുടുംബമില്ല, മക്കളുമില്ല, കുട്ടികളും ഇല്ല, പെണ്ണും കെട്ടി കാര്യം തീർത്ത് ഒരു ഉമ്മാനെ എന്താ പറയാ ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ പോലും വഴിയില്ലാത്ത രൂപത്തിലാക്കിയിട്ട് ഓനാണിപ്പോ ഷിങ്കിജാന്റെ കാര്യം പറയുന്നത്. എങ്ങനെയുണ്ട്? സോഷ്യൽ മീഡിയയിൽ എന്തിനെടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോരാന്നില്ലേ? പോലീസ് സ്റ്റേഷനിൽ പോയി അവരടുത്ത് പറഞ്ഞാൽ പോരാന്നില്ലേ? ഇവൻ അതൊക്കെ ചെയ്യുന്ന ആളാണല്ലോ അല്ലെ? ഈ ചങ്ങായി ആ നന്ദിനി റെഡ്ഡിനെ വിളിക്കുന്ന തെറികൾ കേട്ടിക്കണോ? അതൊന്നും അടിച്ചു പോകും. അത്രയും മോശമാണ്. അമ്മാരത്തെ തെറിയപ്പം വിളിക്കുന്നത്. എന്നിട്ട് ഓനാ പറയുന്നത് ഷിങ്കിജ നിനക്ക് അങ്ങനെ ആയിക്കൂടാന്നില്ലേ, നിനക്ക് ഇങ്ങനെ ആയിക്കൂടാന്നില്ലേ? ചിലക്കാതെ പോയെങ്കിൽ ഇജ്ജ് ആദ്യം ഒരു പാന്റ് കുപ്പായം ഇട്ടിട്ട് എന്റെ കബറിങ്ങൊക്കൊന്ന് പോ. എന്നിട്ട് ഫാത്തിയ സൂറത്ത് അവിടെ ഇരുന്ന് ഓതാൻ പറ്റുവെങ്കിൽ ജോത്. അതിന് ചെയ്യാൻ എനിക്ക് കഴിയില്ലാതെ ഇജ് ഈ റീച്ചിനും കോമാളിത്തരത്തിനും വേണ്ടിയിട്ട് ഈ കണ്ട വേഷമൊക്കെ കെട്ടണില്ലേ? ഓന്റെ ആ തൊണ്ടു ചെറിയ നോക്കാം നിങ്ങളെ. ആട്ട് മൂടാ തോന്നുന്നു. കാണുമ്പോ പറ്റുന്നത് ഓന്റെയൊക്കെ വിചാരത്ത് ഭയങ്കര രസാന്നാണ്. എന്ത് കാട്ടിയാലും ഇജ്ജൊരു മെനയാവൂല ചങ്ങായി. ഉള്ളത് പറയാലോ, ഇജ്ജൊരു മെനയാവൂല. ഇജ്ജ് റീച്ചിന് വേണ്ടിയിട്ടാണ് ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായം മുഴുവൻ അന്നറിയുന്നവർക്ക് അറിയാം. അതിലുപരി ഇലനക്കിപ്പട്ടിയുടെ ചിരുനക്കിപ്പട്ടി എന്ന് പറഞ്ഞിട്ട് ആശി. മനസ്സിലായോ? സ്വന്തം മാതാവിന് ഒരു നേരത്തെ മരുന്നോ അല്ലെങ്കിൽ ആ വീടിന്റെ ഒരു മാസത്തെ വാടകയോ കൊടുക്കാൻ കഴിയാത്ത നിഴൽ പോലെ എന്റെ പിന്നാലെ എന്റെ മാപ്പിളയെന്നും പറഞ്ഞ് നടക്കണല്ലേ? ഓനോട് പറയച്ച് ഇതൊക്കെ. മനസ്സിലായോ? പിന്നെ പറയേണ്ട ആൾ ഇജാകൊണ്ട് അതൊരിക്കലും പറയില്ല. കാരണം ഉസ്താദൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ മുതലല്ലേ ഇപ്പൊ ഈ ആശി. അപ്പൊ ഇനി ജിമ്മാടെ സ്നേഹത്തെ കുറിച്ചിട്ട് കുടുംബത്തിന്റെ സ്നേഹത്തെ കുറിച്ചിട്ടൊക്കെ വല്ലാണ്ട് വർണ്ണിച്ചാ ഓൻ ഇറങ്ങിപ്പോന്നുള്ള പേടി എനക്കുണ്ടാവും. അതുകൊണ്ട് അത് പറയുന്നുള്ള വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. പിന്നെ തവനോട് വേറെ ചോദ്യം ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ. ഇപ്പൊ ഇനി ബിഗ് ബോസ് സീസൺ 8 വരുക. അതിൽ കയറാൻ വേണ്ടിയാണ് ജാസി ഇപ്പൊ ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ എന്ന് പറഞ്ഞ് പലരും കമന്റ് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ പറഞ്ഞ് ചിലർ വീഡിയോ ചെയ്യുന്നുണ്ട്. ശരിക്കും അതിനു വേണ്ടിയാണോ ജാസി? ഒരിക്കലല്ല.
അതായത് ബിഗ് ബോസ് 8 വരുന്നുണ്ട്. അതിൽ കയറാൻ വേണ്ടിയിട്ടാണോ ഈ കോപ്രായങ്ങൾ മുഴുവൻ കാണിക്കണേ എന്നുള്ളത് മറ്റേ കമന്റ് വരുന്നുണ്ടെന്ന്. അപ്പൊ കോപ്രായങ്ങളാണെന്നുള്ളതിന് തർക്കമൊന്നുമില്ല, അതെല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. എന്തായാലും 8ക്ക് ഇല്ല, 9ക്കുള്ളൂ ഇത്ര. ആ 9ൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നാ പറഞ്ഞേക്കണേന്ന് പറഞ്ഞത് കഴിഞ്ഞ സീസണ് പോയപ്പോ. അപ്പൊ 8ന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇതാ ഉണ്ട്, ഇതൊന്നും അല്ല. അതാ കണ്ടിരുന്നു. അത് വളരെ വ്യക്തമായിട്ട് വീട്ടിൽ കാണുന്നത് ആ പെൺകുട്ടിയാണ് കയറി ചെല്ലുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഇനിയിപ്പോ അങ്ങനെ ഒരു ആക്സിഡന്റ് നമുക്ക് ഒരു പബ്ലിക്കിൽ നിന്ന് അല്ലെങ്കിൽ ഒരു എവിടെയാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ ആദ്യം പോകേണ്ടത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കാണ്, ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ്. മനസ്സിലായോ? ഇവരൊക്കെ നിയമം കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, അന്നൊക്കെ പിടിച്ചു ഉള്ളിലിടേണ്ട ടൈം എപ്പോഴോ കഴിഞ്ഞിക്കണു. മനസ്സിലായോ? കാരണം എന്താ, എന്തുകൊണ്ടാണ് UAE നാട്ടിയത്? UAE നാട്ടിന്റെ കാരണം എന്താ വെച്ചിട്ട് അവിടുത്തെ നിയമം സ്ട്രോങ് ആയതുകൊണ്ടാണ്. ഇവിടെ അതില്ല, അതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് ഈ കശ്മീർക്ക് പോകാന്നൊന്നും പറഞ്ഞതാക്കണ്ട. ഇത് വല്ലാതെ മോട്ടിവേഷൻ കൊടുത്തിട്ട് അവസാനം അന്നെ തന്നെ അവിടെ മാറ്റം നിർത്തും. അതുകൊണ്ട് ഇജ്ജ് അത് വല്ലാണ്ട് വിളമ്പണ്ട. ഈ നാട്ടുകാരെ ഒന്നിനും തിരിഞ്ഞാൽ മതി. അതിപ്പോഴൊന്നും അല്ല. എന്തെങ്കിലും ഇജ്ജ് ആശിയുടെ ഉമ്മാനോടൊരു കണക്ക് പറയേണ്ട ഒരു ദിവസം വരും. അത് പൊതുസമൂഹം തന്നെയാണ് അതിനുള്ള മറുപടി അന്ന് തരും. അന്ന് ഷിംജിതാന്റെ അപ്പുറമായിരിക്കും എന്റെ അവസ്ഥ. ഇജ്ജ് കുറിച്ച് വെച്ചോളുണ്ടോ, കൂടുതൽ താമസമൊന്നുമില്ല. പണ്ടൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പാടത്ത് മറ്റേ പണി, വരമ്പത്ത് കൂലി. അതാണ് പടച്ചോന്റെ അടക്കം തീരുമാനം. സ്പോട്ടിൽ കിട്ടുന്നുണ്ട് ഒരുവിധപ്പെട്ട ആളുകൾക്കൊക്കെ. ആ കൂട്ടത്തിൽ എന്റെ ഈ കളി അടുത്ത് നിൽക്കും. ഇജ്ജ് കണ്ടോളുണ്ടോ? ഈ ആശയുടെ ഉമ്മാക്ക് എന്ത് ചോദിച്ചാലോടാ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം എന്റെ അടുത്താണ്. മനസ്സിലായോ? ഇജാണ് ആ ഒരു ഉമ്മയെ ഇത്ര ഇടങ്ങാറാക്കുന്നതും ഇത്ര കണ്ണീര് കുടിപ്പിക്കുന്നതും ഇത്ര വേദനിപ്പിക്കുന്നതും ഈ സമൂഹത്തിന്റെ ജനങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത ആ ഉമ്മാനെ ആക്കിയതിന്റെ ഏക കാരണം ഇജാണ്. ആ ഇജ പറയുന്നത് ഷിംജിതാനെ മറ്റേ അങ്ങനെ ചെയ്തത് ശരിയായില്ല, ശ്രീലക്ഷ്മി ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല, അന്റെ അടുത്തൊക്കെ മൈക്ക് തൂക്കി വന്ന ഓനെ വേണം ചവിട്ടിക്കൂട്ടാണ്. ഉളുപ്പില്ലാത്തവന് അനക്കാ കുറ്റിപ്പുറം പാലം തന്നെ ശരിയാവുള്ളൂ. ഞങ്ങൾ ഇത് കാരണം ഒരു കുറ്റിപ്പുറത്തുള്ള ആളുകൾക്കടക്കം പറയാപ്പോ ഒരു എന്താ പറയുക ധൈര്യം വരുന്നില്ല. അത്ര അപമാനാണ് ഇജ്ജ് ആ നാടിന്. അതെനക്ക് വല്ല വിവരമുണ്ടോ? ഇല്ലല്ലോ. ഇജ്ജ് കൊച്ചിയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് സുഖമായി ഇങ്ങനെ നിൽക്കുക. ഇജ്ജ് എന്തൊക്കെ നുണ പറഞ്ഞു, എന്തൊക്കെ ഓപ്പറേഷത്തിന് ഓരോ ദിവസം ഓരോ കണ്ടന്റും എന്റെ പച്ച നുണയല്ലേ. ഉമ്മാടെ വില അറിയുന്നവർക്കും കുടുംബത്തിന്റെ വില അറിയുന്നവർക്കും ഇജ്ജി കാണിക്കുന്ന അറിയ പണി ഒരിക്കലും ചെയ്യാൻ കഴിയൂല. കാരണം ഇജ്ജി കാരണം 3 ലൈഫാണ് ഇപ്പൊ ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് എന്റെ ആദ്യം കെട്ടിയ പെണ്ണുങ്ങള്, 2 ആശി, 3 ആശിയുടെ ഉമ്മ. മനസ്സിലായോ? ഈ 3 ലൈഫ് ഇജ്ജി കാരണം വെള്ളത്തിലായതാ. എങ്ങനെ മാനക്കേടിന്റെ അങ്ങേ അറ്റം പോയതാ. അതിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ കണ്ണാടിന്റെ മുമ്പിൽ നോക്കി ഇജ്ജ് സ്വയം എന്നാണ് പറയാ. അല്ലാതെ ഇജ്ജ് വെറുതെ വന്നിട്ട് ഇവിടെ ഞങ്ങൾക്ക് മോട്ടിവേഷനോ അന്റെ അടുത്ത് എന്ത് മോട്ടിവേഷനും കിട്ടാനാണ്? അന്റെ അടുത്ത് മോട്ടിവേഷൻ കിട്ടിയിട്ട് അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളും വളഞ്ഞ് നടക്കണം. അതിനിപ്പോ ഞങ്ങൾക്ക് എന്തായാലും താല്പര്യമില്ല. പോട്ടെ, കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും സത്യം പറയുന്ന ഒരുത്തനാണ് ഈ പറയണ വെച്ചെങ്കിൽ ഇത് 365 ദിവസം നുണേ പറയുള്ളൂ. എന്നിട്ടൊരു എളുപ്പമില്ലാതെ ചിരിച്ചും കൊണ്ട് നിൽക്കും. അന്റെ ഈ കളിയൊക്കെ നിൽക്കും മോനെ, എല്ലാ കളിയും നിൽക്കും. ഇജ്ജ് കണ്ടോളുണ്ട്. ഇപ്പൊ 5 മിനിറ്റ് മുന്നേ വളരെ സൗമ്യമായി പെരുമാറണം. അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയ കൊടുത്തിട്ടിട്ട് പറയലല്ല, പോലീസ് സ്റ്റേഷനിൽ പോവാണെന്നൊക്കെ പറഞ്ഞില്ലേ. കാക്കയുടെ യഥാർത്ഥ രൂപം കണ്ടോ? അത് നീ ആയിട്ടില്ല. ഒരാള് മാത്രല്ല 10 14 ആൾക്കാർ നിന്നെ വിളിക്കുന്നതിന് കാരണമുണ്ട്. ഈ കാരണം ഉണ്ടടാ. ഇപ്പൊ ശരിക്കും ആണയിക്കാണ്. എന്നിട്ട് ഓന്റീന് ഉറപ്പുണ്ടെങ്കിൽ മാറ്റേ അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ എന്നൊക്കെയാ പറയണത്. ആലോചിക്കണം. ഓനെ പറയുന്ന ആ സാധനം ഓനിക്കുണ്ട്. അത് ഓൻ പറയുന്നില്ല. എന്നിട്ട് ഓൻ ഇങ്ങനെ പെണ്ണുങ്ങളെ മാതിരി സംസാരിക്കുക. ഇപ്പൊ അടുത്ത് മറ്റേ ആ
ഹെലനോസ് പാട്ടിനോട്ട് പ്രശ്നമുണ്ടായ സമയത്ത് ഓം പറയാണ് ഞാനൊരു മലപ്പുറംകാരനാണെന്ന്. നോക്കാം, ഓം പോലും മോനൊരു കാരനായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓനിക്ക് തന്നെ അറിയാതെ അസല് കാക്കയാണ് എന്നുള്ളത്. എന്നിട്ട് ആ ഓനാണ് ഇപ്പൊ പറയണത് പിന്നെ മറ്റുള്ളവരോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ നിങ്ങളൊരു സ്റ്റേഷനിലേക്ക് ചെന്നാൽ മതി, അവിടുന്ന് എല്ലാത്തിനും പരിഹാരം ഉണ്ടാവുന്നു. ഓൻ ചെയ്യണതോ ഇതൊന്നും അല്ല. ഇനി കാക്കാട് അടുത്ത വേർഷൻ കാണിച്ചതാ. അടങ്ങ് നീ, എനിക്ക് നിന്നോട് പറഞ്ഞത് മോളെ നീ അടങ്ങ്, എല്ലാവരും മോളെ നീ അടങ്ങ്, ഒരു പൊടിക്ക് നീ അടങ്ങ്. നിനക്ക് ദുബായിൽ എന്താ ജോലിയെന്നും ദുബായിൽ നീ എങ്ങനെയാണ് നിൽക്കുന്നതെന്നും നീ എങ്ങനെയാണ് ദുബായിൽ ക്യാഷ് ഉണ്ടാക്കുന്നതെന്നും വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ. അപ്പൊ നീ ഒന്ന് അടങ്ങ്, തൽക്കാലം നീ ഒന്ന് അടങ്ങ് എന്റെ പൊന്ന് റെഡ്ഡി മോളെ, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ആഷിത ഇത് നിൽക്കണം, എന്നെ വീടിട്ട് ഇന്നല്ലേ, ഇന്ന് 17-ാം തീയതി കേട്ടോ, ഇന്ന് 17-ാം തീയതിയാണ്. ആഷി എന്റെ കൂടെ തന്നെ ഉണ്ട്, നീ ടെൻഷൻ അടിക്കണ്ട. ആഷിനെ ഞാൻ വീട്ടിലേക്ക് മോളെ, നീ ടെൻഷൻ അടിക്കണ്ട, നീ ഒഴിവാക്കിപ്പോ. ആഷിനെ ഞാൻ വിടൂലടി മോളെ, നീ ടെൻഷൻ അടിക്കണ്ടെന്ന് കേട്ടില്ലേ? ഇവനാണ് ഇമ്മാടെ സ്നേഹത്തിന്റെയും പെങ്ങന്മാരുടെ സ്നേഹത്തിന്റെയും ഒക്കെ നല്ല മോട്ടിവേഷൻ ക്ലാസ് എടുത്തിന്ന്. എങ്ങനെയുണ്ട്? ആ ഉമ്മാടെ വേദന എന്താന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറയണ മാതിരിയൊന്നുമല്ല, ഈ നന്ദിനി റെഡ്ഡിക്ക് അത് നല്ല പോലെ അറിയാം. കാരണം എന്താ അറിയോ, പലപ്പോഴായിട്ട് ഫോണിലൂടെ സംസാരിച്ചിരിക്കണു, എന്നോട് സംസാരിച്ച പോലെ തന്നെ. അന്നൊക്കെ അത് കരഞ്ഞ് പറഞ്ഞ് പിന്നെ എന്താ പറയാ, നമുക്കൊന്നും കേട്ടിരിക്കാൻ കഴിയൂല, അത്ര വലിയ വിഷമത്തിലാണ് ആ സ്ത്രീ. അതൊരു ഉമ്മയല്ലേ, എന്തൊക്കെ പറഞ്ഞാലും ഒരു മോനെ കൺമുന്നിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇത്രയും സമൂഹത്തിന്റെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും ഒക്കെ കോമാളിത്തരം കാണിക്കല്ലേ ഇവന്റെ ഈ ഒരു റീച്ചിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇവനിക്ക് ഇതിനുള്ള വരുമാനം മുഴുവൻ ഇവനിക്കാണ്. ഇവൻ പട്ടിക്ക് എല്ലാം കഷ്ണിട്ട് കൊടുക്കണ മാതിരി എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ അതായി. പിന്നെ കോട്ടും സൂട്ടും അതെന്തായാലും നിർബന്ധം. കഞ്ഞിയും ചമ്മന്തി ആണെങ്കിലും കോട്ടും സൂട്ടും ഇല്ലാതെ ഒരു പരിപാടിക്കും ആശിനെ കിട്ടൂല. അതൊക്കെ ഇപ്പൊ ഇവിടുന്ന് കിട്ടും. അവിടെ പോയ അമ്മാനെ നോക്കണം, വാടക കൊടുക്കണം, മരുന്ന് വാങ്ങണം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? എന്നിട്ട് അവൻ പറയണ ഷിംജിത കാണിച്ചത് ശരിയല്ല. കാരണം അവർക്കില്ലേ വൈഫേ, അവർക്കില്ലേ ഹസ്ബൻഡ്, അവർക്കില്ലേ ഉമ്മ, അവർക്കില്ലേ സഹോദരി. നീ ഇതിക്കും കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാവൂല വിചാരിച്ചിട്ടാണ് ഞാൻ. എന്തായാലും ഇപ്പൊ എനിക്ക് ടൈമില്ല, ഞാൻ വരും. ഞാൻ എവിടെ പോകാനാ, ഇവിടെ ഉണ്ടാവും, ശരിയാക്കി തരാം കേട്ടോ. എൻ്റെ ഒരു എൻ്റെ മോട്ടിവേഷനും കൊണ്ടൊന്നും ഇന്ന് വരെ ഒരാൾ നന്നായ ചരിത്രമല്ല, നന്നാവൂല. എന്ത് മോട്ടിവേഷനാ? കുറ്റിപ്പുറം പാലത്തിന്റെ ഒട്ടുന്ന് ഇപ്പൊ ഒരു വർദ്ധി ഇട്ടിട്ട് ഇങ്ങോട്ട് മോൾക്ക് കയറി വന്നു. ഇതാണ് ഇപ്പൊ അനക്കുണ്ടായ പുരോഗമനം. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഇപ്പൊ ഈ യൂട്യൂബർമാർക്ക് എന്താ പറയാ നല്ല മോട്ടിവേഷനും നല്ല ക്ലാസ്സൊക്കെ എടുക്കാൻ ഇറങ്ങിയിരിക്കണം. ചിലക്കാതെ പോയ സ്വന്തം നോക്കാനോ അതല്ലെങ്കിൽ സ്വന്തം വാപ്പാടെ ഒരു കബറിങ്ങക്ക് പോയിരുന്ന് ദോയ ചെയ്യാനോ ഒരു ഫാത്തിഹ സൂറത്ത് ഓതാനോ അന്നെ കൊണ്ട് വെച്ച. ഇപ്പൊ മറ്റില്ലോന്റെ അമ്മ ഇതാ പണ്ടാരോ പറഞ്ഞ മാതിരി ആരാന്റെ അമ്മക്ക് ഇരുമ്പടിക്കും, അവനാന്റെ അമ്മക്ക് അരി പോലും ഇടിക്കൂല അറിയില്ലേ. ആയി പെട്ടെന്ന് അതൊക്കെ